പൂമിനിയാണ് ചന്ദനത്തളീരാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ കാരുണ്യ രാഗമാണ് ചെമ്പകപ്പൂമിനിയാണ് ചന്ദനത്തളീരാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ താരുറ്റ ചാരുണ്യ രാഗമാണ്. നിങ്ങളെന്തിനാണ് ഈ പാചകപൂരി എന്ന് ഡാൻസ് കളിക്കുന്നത്? സ്റ്റേജിൽ പോയി ഡാൻസ് കളിച്ചൂടെ? ഞങ്ങൾ റിഹേഴ്സൽ എടുക്കാൻ വന്നാടോ. അല്ല, 500 പേർക്ക് പായസം ഉണ്ടാക്കാൻ ഏറ്റെടുത്തൊരു വലിയ ആളുണ്ടേനല്ലോ. ആ ആശാനവിടെ? ആശാൻ ഇപ്പൊ വരും. ആ എടി നമുക്ക് ഒന്നുകൂടെ റിഹേഴ്സൽ എടുക്കണം. ഞാൻ പാചകം തുടങ്ങിയിട്ട് 25 വർഷമായി. ആയുസ്സും ആരോഗ്യം തന്നെ അനുഗ്രഹിക്കണേ. എന്നാലും പാചകം നന്നാണെന്ന് പ്രാർത്ഥിക്കരുത്. ഞാൻ ആശാനെ ശിഷ്യനുമാണ്. ശരി ആശാനെ. നിനക്ക് പായസം ഉണ്ടാക്കുന്ന കൂട്ടറിയാവും. ആ എനിക്കറിയാം. ആശാനെ ചെറുതാക്കാനൊന്നും നോക്കണ്ട. എന്നാ നീ പറയടാ. 10 ചട്ടി അരിക്ക് 12 ചട്ടി ശർക്കര അതൊക്കെ കൂട്ടി അങ്ങ് മിക്സ് ചെയ്ത് അരച്ചട്ടി അണ്ടിപ്പരിപ്പും അരച്ചട്ടി കിസ്മിസും കൂട്ടി അങ്ങ് ഇളക്കി കോരി ചട്ടി കെട്ടി മേലോട്ട് കൊടുത്ത നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്യാം. കോൺക്രീറ്റ് പണിക്ക് പോണ്ടാനെ പിടിച്ച് പായസം ഉണ്ടാക്കാൻ പറ്റേക്കുന്നു. നിന്നോട് പായസത്തിന്റെ കണക്കാ പറയാൻ പറഞ്ഞാലേ കോൺക്രീറ്റിന്റെ അല്ല. ആശാൻ വെക്കുന്ന പായസം അവസാനം കോൺക്രീറ്റ് പോലെ ആയിരിക്കണം. 1-2 പേർക്കല്ല 500 പേർക്കാണ് നമ്മൾ പായസം ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോണം. പിന്നൊരു കാര്യം, നിന്റെ ഒരു കണ്ണെപ്പോഴും തൊണ്ട അടുപ്പിന്റെ അകത്തായിരിക്കണം. ഒരു കണ്ണ് അടുപ്പിലിട്ടാ കണ്ണുകൊള്ളി പോവില്ല. അവനെയൊക്കെ ഏത് സമയത്ത് കൂടെ അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തിരി അങ്ങ് തെളിച്ചാലും. ആശാനെ, ഞാൻ ആശാന്റെ കൂടെ 10 വർഷമായില്ല കൂടിയിട്ട്. ഇന്ന് ഞാൻ തിരി കൊളുത്താ. ഞാനാണ് ആശാൻ. ഞാൻ തിരി കൊളുത്തു. അതെന്താ ഞാൻ തിരി കൊളുത്ത ഇത് കത്തില്ലേ? നിങ്ങള് പാചകത്തിന് വന്നാണോ കിടന്ന് ഉരുളാൻ വന്നാണോ? ഈശ്വര, അമ്മേ, മഹാമായ ദേവിയേ, ഞങ്ങൾ അടിയുണ്ടാക്കിയതല്ല. ഞങ്ങൾ ഈ പാചകം ചെയ്തതിന് മുമ്പ് ഒരു ശൈനപ്രതിഷ്ഠം അതെ. ഞങ്ങള് വന്നില്ലായിരുന്നെങ്കിലേ ആശാനും ശിഷ്യനും കൂടെ ഉരുണ്ട് അടുപ്പി കിടന്നേനെ. നമുക്ക് ഒരുമിച്ച് അങ്ങ് തിരി കളിക്കാം. ഇങ്ങോട്ട് വന്നേ. എവിടുന്ന് കിട്ടി ഈ പാചകക്കാരെ? പുതിയ തങ്കച്ചൻ പറഞ്ഞ ആരാ? ഒരു മിനിറ്റ്. പുതിയ തങ്കച്ചൻ പാചകം പറഞ്ഞ കൊള്ളൂല. അതല്ല, ഈ വിറകൻ ഇതിനകത്ത് കൊള്ളൂല. പുള്ളി ഉണ്ടാക്കണം പായസം കുടിച്ചാ ബാത്റൂമിൽ പോണം. അല്ല, എനിക്ക് ബാത്റൂമിൽ പോണം. ആ തോണ്ട് നേരെ ഒന്ന് ലെഫ്റ്റ് പോ. എന്നാ ശരി കേട്ടാ. അത് വെള്ളമല്ല, എണ്ണയാ. എന്നാ ശരി, ഞാൻ പോന്ന്. ആശാരെ, ഞാനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഓ, കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അതിന്റെ അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആശാരെ, പായസം ജോറായിരിക്കണം. സത്യം പറ, നിങ്ങൾക്ക് പായസമാണ് വേണ്ട, ചോറ. അതല്ല, പായസം ജോറായിരിക്കണോന്ന്. അത് പിന്നെ ചോദിക്കണോ? ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാൻ ഈ വെസ്റ്റേൺ ഉണ്ടാക്കും, ചൈനീസ് ഉണ്ടാക്കും. അറബിക് ഉണ്ടാക്കില്ലേ? അറബിക് ഉണ്ടാക്കണമെങ്കിൽ അറബി ഉണ്ടാക്കിക്കോളൂ. അപ്പം വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കണ ആളാണ്. അതെ അതെ. ആശാനെ, ഈ കക്കൂസ് ഉണ്ടാക്കി മുള്ളുവായിരുന്നു ഇത്ര നേരം. അല്ല ആശാനെ. അയ്യോ എന്താ ചിരിക്കണേ? അല്ല, ഇന്നലെ ഒരു രസകരമായ സംഭവം ഉണ്ടായി. എന്തു ആശാനെ അത്? അധികം രസമൊന്നുമില്ല, നീ പോയി പാചകം. അതെ, ഞങ്ങൾ ഇന്നലെ ഒരു സൺഡേനായിരുന്നു ഞങ്ങൾക്ക് പാചകം. 8 കൂട്ടം കറികളുണ്ടായിരുന്നു. 8 കൂട്ടം കറികളും കൂട്ടിയിട്ട് അവർ 10 കൂട്ടം കറികളും തന്നിട്ട് പോയി. എന്തൊക്കെ ഉണ്ടായിരുന്നു? സാമ്പാർ, കീമ്പാർ, അവിയല്, കുവിയല്, പച്ചടി, മുച്ചടി, തോരൻ, കീരൻ. അത് 4 കൂട്ടമല്ലേ ഉള്ളൂ അല്ലേ? ആര് പറഞ്ഞു? സാമ്പാർ, കീമ്പാർ 2 വായ, തോരൻ, കീരൻ 4 വായ, അവിയല്, കുവിയല് 6 വായ, പച്ചടി, മുച്ചടി 8 വായ. ഇതിന് 10 അല്ല 16 കൂട്ടം വിളിച്ചിട്ട് പോണായിരുന്നു ആൾക്കാർ. പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു പ്രത്യേക അറിയിപ്പ്. മത്സര ഇനങ്ങൾ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി കുടുംബശ്രീ വനിതകളുടെ സ്പെഷ്യൽ പായസ വിതരണം ആരംഭിക്കുന്നതാണ്. എല്ലാവരും പായസം കുടിക്കാനായി ക്ലാസ് കൊണ്ട് അവിടെ ക്യൂ നിൽക്കാണ്. വേഗം ഉണ്ടാക്കി. 500 പേർക്ക് പായസം ഉണ്ടാക്കണം. ശരിയായില്ലെങ്കിൽ ടെൻഷൻ ആവാതിരിക്കെ. ഞാൻ പറയുന്ന സാധനങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ശരിയാക്കി തരാം. എന്ത് സാധനങ്ങള്? 2 തോർത്ത്, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണത് അവിടെ കൊറേ ഉണ്ടല്ലോ. അല്ലെന്ന്, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഞാൻ എടുത്തോണ്ടരാ. പിന്നെ
ഈ പായസം ശരിയായില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് വിടത്തില്ല. ഞങ്ങളെ 500 പെണ്ണുങ്ങളുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങളാരും ഇല്ലല്ലോ. ഉണ്ടല്ലോ, തടിമാടന്മാരുണ്ട്. അയ്യാ. ആശാനെ ആശാനെ ചക്കിലട്ട വെളിച്ചെണ്ണയും ഞാൻ തോർത്തുതാ. വേഗം വേഗം. പിടി പിടി പിടി. അപ്പൊ ആദ്യം തോർത്തിന്റെ പരിപാടി തുടങ്ങാം. ശിഷ്യ പിടിക്കൂ. ഈ തോർത്തിന്റെ അറ്റവും ഇറ്റവും പിടിക്കുക. പിടിക്കാന്ന് പറയാൻ സമയമില്ല. പിടിച്ചു അതിന്റെ മണ്ടക്കോട്ട് ഇടുക. ഇതിനോട് മണ്ടക്കകത്തോട്ടോ? ഇതല്ലേ? ഇനി ഞങ്ങള് വേഗം വെക്ക്. പിടിച്ചിട്ടു. അടുത്തത് എണ്ണ. കൈ കുഴിക്കും. അല്ല, ഈ കൈന്റെ ഉള്ളിലേക്ക് എന്തിനാ ഒഴിക്കണേ? കൈ തേച്ചങ്ങോട്ട് ഒഴിച്ചിട്ട് കാലിലോട്ട് തേക്ക. എന്തിനാണ് തേക്കണത്? കൈ മുതൽ പാദസ്യം വരെ അല്ലേ? ഓ, കേട്ടാ? വീഴുന്നടി. എളുപ്പമാണെന്നുണ്ടാ? ക്ഷമിക്കണം, പായസം കുളമായിരിക്കുന്നു. ഞങ്ങൾ ഓടി പിടിക്കാതിരിക്കാനല്ലേ ഈ കാലിൽ എണ്ണ തേപ്പിച്ചത്. പായസം കുളമായി കഴിഞ്ഞാൽ